വാർത്തകളിലേക്ക്. എറണാകുളം മട്ടാഞ്ചേരിയിലെ ഓൺലൈൻ തട്ടിപ്പ് കേസിൽ പ്രതി പിടിയിൽ. മഹാരാഷ്ട്ര സ്വദേശി സന്തോഷാണ് പിടിയിലായത്. തട്ടിപ്പിലൂടെ സ്ത്രീയിൽ നിന്നും 2,88,00,000 രൂപയാണ് തട്ടിയെടുത്തത്. വിജിത ചേരുന്നു വിവരങ്ങളുമായി. വിജിത, എവിടെ നിന്നാണ് പ്രതി പിടിയിലായത്? എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? കാളിദാസ്, എന്തായാലും ഈ ഒരു ഓൺലൈൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കുറച്ചു കാലങ്ങളായി കൊച്ചിയിൽ ഒരുപാടധികം കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ഇത്തരത്തിൽ വലിയ രീതിയിൽ ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ടെല്ലാമുള്ള വിവരങ്ങളടക്കം പുറത്തുവരുന്നത്. ഇപ്പോൾ മട്ടാഞ്ചേരിയിൽ ഒരു ഓൺലൈൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പ്രതി പിടിയിലായിരിക്കുന്നു. മഹാരാഷ്ട്രയിൽ നിന്നാണ് പ്രതി പിടിയിലായിരിക്കുന്നത്. മഹാരാഷ്ട്ര സ്വദേശിയായിട്ടുള്ള സന്തോഷ് എന്ന് പറയുന്ന ആളെയാണ് ഇപ്പോൾ പോലീസ് പിടികൂടിയിരിക്കുന്നത്. ഈ ഒരു മട്ടാഞ്ചേരിയിലെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് 2.88 കോടി, അതായത് 2.25 കോടിയോളം രൂപ തട്ടിയെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. 59-കാരിയായിട്ടുള്ള ഒരു സ്ത്രീക്കാണ് ഇങ്ങനെ പണം നഷ്ടമാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഈ ജെറ്റ് എയർവേസ് സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ആ സാമ്പത്തിക തട്ടിപ്പുമായി ഇവർക്ക് ബന്ധമുണ്ട് എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഈ സംഘം ഇവരെ വിളിക്കുന്നത്. അതിനുശേഷമാണ് ഇത്തരത്തിൽ ഒരു തട്ടിപ്പ് നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. വലിയ രീതിയിൽ സ്വർണ്ണമടക്കം പണയം വെച്ചുകൊണ്ട് ഇവർ ഈ തട്ടിപ്പ് സംഘത്തിന് പൈസ നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. തട്ടിപ്പിന്റെ ഭാഗമായിട്ട് ഇവരുടെ പാൻ കാർഡ്, ആധാർ കാർഡ് തുടങ്ങിയ രേഖകളെല്ലാം തന്നെ, ബാങ്ക് അക്കൗണ്ട് അടക്കമുള്ള രേഖകൾ തട്ടിപ്പ് സംഘം കൈക്കലാക്കുന്ന ഒരു സാഹചര്യം അടക്കം ഉണ്ടായിട്ടുണ്ട്. ഇത്തരത്തിൽ മുംബൈ കേന്ദ്രീകരിച്ച് തിലക് നഗർ പോലീസ് സ്റ്റേഷനിൽ ഇത്തരം ഒരു FIR അടക്കം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ ഒരു തട്ടിപ്പിൽ താങ്കൾക്ക് പങ്കുണ്ട് എന്നെല്ലാം പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു സംഘം ഇവരെ സമീപിക്കുന്നത്. തുടർന്ന് തന്നെ ഇവരുടെ കയ്യിൽ നിന്ന് കുറേയധികം പൈസ ഈ സംഘം വാങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇവരെ വിശ്വസിപ്പിക്കാനായിട്ട് ഓൺലൈനായിട്ട് അടക്കം വ്യാജ കോടതിയിൽ ഹാജരാക്കുന്ന സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട്. ജഡ്ജിയും വക്കീലും ഒക്കെ ഉണ്ടായിരുന്ന ഒരു കോടതി സൃഷ്ടിച്ച് അതിൽ ഇവരെ ഹാജരാക്കി ഇവർക്കെതിരെ വേറൊരു യുവതിയുടെ മൊഴിയടക്കം കൊടുക്കുന്ന തരത്തിലേക്ക് അത്രയും നാടകീയമായി ഒരു സംഘം തട്ടിപ്പ് നടത്തുകയാണ്. ആ ഒരു കേസിലാണ് ഇപ്പോൾ പ്രതിയെ പിടികൂടിയിരിക്കുന്നത്. എന്തായാലും പിന്നീട് കുറെ കാലം കുറെ പൈസ നഷ്ടപ്പെട്ടിട്ടുണ്ട് യുവതിയുടെ കയ്യിൽ നിന്ന്. പിന്നീടാണ് തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വാങ്ങണം എന്നുള്ള ഒരു കാര്യം പോലീസ് ഇവരോട്, ഈ തട്ടിപ്പ് സംഘം ഇവരോട് പറയുന്നത്. തുടർന്ന് യുവതി പോലീസ് സ്റ്റേഷനിൽ എത്തിയതിനെ തുടർന്നാണ് താൻ പറ്റിക്കപ്പെട്ടു എന്നുള്ള ഒരു കാര്യം അടക്കം മനസ്സിലാക്കുന്നത്. എന്തായാലും ഇപ്പോൾ ആ ഒരു കേസിലെ പ്രതിയെ പിടികൂടിയിരിക്കുന്നു. ഇനിയിപ്പോൾ ഇയാളെ ചോദ്യം ചെയ്തതിലൂടെയൊക്കെ വലിയ രീതിയിൽ എത്രത്തോളം തട്ടിപ്പടക്കം ഇയാൾ നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിലെല്ലാം തന്നെ വിശദമായിട്ടുള്ള വിവരം ലഭിക്കുമെന്നാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത്. കാരണം കുറേ അധികം തട്ടിപ്പ്, ഇത്തരം വെർച്വൽ തട്ടിപ്പുകൾ അടക്കം നടക്കുന്ന ഒരു സാഹചര്യം നമുക്ക് തന്നെ വലിയ രീതിയിൽ പോലീസ് അടക്കം മുന്നറിയിപ്പ് നൽകുന്ന ഒരു സാഹചര്യമൊക്കെ കുറച്ചു കാലങ്ങളായിട്ട് നിലനിൽക്കുന്നതാണ്. ഇപ്പോൾ അതിലൊരാള് പിടിയിലായിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് പോലീസിന് കിട്ടിയിട്ടുള്ള ഒരു തുമ്പ് തന്നെയാണ്. ഇനിയും ഒരുപാട് പേർ ഇതുമായി ബന്ധപ്പെട്ടെല്ലാം പിടിയിലാവാനുള്ള സാധ്യതയുമുണ്ട്. ദിവസങ്ങൾക്ക് മുമ്പാണ് സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ പറഞ്ഞത്. അതായത് തട്ടിപ്പ് നടന്ന വിവരം അതായത് തട്ടിപ്പ് ഇരയായവർ പോലും തട്ടിപ്പ് നടന്ന വിവരം അറിഞ്ഞിട്ടില്ല എന്നുള്ള തരത്തിലേക്കൊക്കെ. അപ്പോൾ ഇതിൽ കൂടുതൽ ആളുകളുടെ പങ്കുണ്ടോ? കൂടുതൽ സൈബർ തട്ടിപ്പിന്റെ ഭാഗമായി വലിയൊരു റാക്കറ്റ് പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ച് അന്വേഷണം ഇനിയും മുമ്പോട്ട് പോകും, ഇവിടെ നിൽക്കുന്നില്ല അല്ലേ? നേരത്തെ സിറ്റി പോലീസ് കമ്മീഷണർ അടക്കമുള്ളവർ നമ്മുടെ അടുത്ത് പറഞ്ഞൊരു കാര്യം തന്നെയാണ്. പലരും പറ്റിക്കപ്പെട്ടു എന്നറിയുന്നത് പോലുമില്ല. അത്രയും നാടകീയമായിട്ട് ഇവരെ പറ്റിക്കുന്ന ഒരു രീതി വെർച്വൽ അറസ്റ്റിലാണെങ്കിലും സൈബർ തട്ടിപ്പുകളിലാണെങ്കിലും ഒക്കെ വലിയ രീതിയിലുണ്ട്. അപ്പോൾ ഇത് പലരും മനസ്സിലാക്കുന്നില്ല. കയ്യിൽ നിന്നും പൈസ പോയി കുറെ കാലം കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെ താൻ പറ്റിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമടക്കം ഇവർ മനസ്സിലാക്കുന്ന ഒരു സാഹചര്യമുള്ളത്. അപ്പോൾ ഇതുമായി കേന്ദ്രീകരിച്ച് ഒരുപാടധികം സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് പോലീസും പറയുന്നത്. പലരും അത് അറിയുന്നില്ല എന്നുള്ളതാണ്. ഇവർ തട്ടിപ്പ് സംഘമാണ് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുന്നില്ല. എന്തായാലും ഇവരെയൊക്കെ കേന്ദ്രീകരിച്ച ഒരു അന്വേഷണം കുറെ കാലങ്ങളായിട്ട് നടക്കുന്നുണ്ട്. കൊച്ചിയിൽ തന്നെ ഒരുപാടിടങ്ങളിലായിട്ട് ഇപ്പോ ഫോർട്ട് കൊച്ചി എളംകുളം ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു തട്ടിപ്പുണ്ടായിട്ടുണ്ട്. ഫോർട്ട് കൊച്ചി ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. മട്ടാഞ്ചേരി ഭാഗത്ത് നിന്ന് ഇപ്പോൾ അയാളാണ് പിടിയിലായിരിക്കുന്നത്. അങ്ങനെ വിവിധ ഭാഗങ്ങളിൽ വലിയ രീതിയിൽ ഒരു തട്ടിപ്പ് നടക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും അതിൽ ഒരാൾ ഇപ്പോൾ പിടിയിലായിട്ടുണ്ട്. ഇനി ഇയാളെ കേന്ദ്രീകരിച്ച് കൂടുതൽ അന്വേഷണമൊക്കെ നടത്തുന്നതിലൂടെ പലരിലേക്കും എത്താൻ കഴിയും, അല്ലെങ്കിൽ തട്ടിപ്പ് സംഘത്തിലേക്ക് തന്നെ എത്താൻ കഴിയും എന്നുള്ള ഒരു കാര്യം തന്നെയാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. കൂടുതൽ ഇതുമായി കേന്ദ്രീകരിച്ചെല്ലാം തന്നെ അന്വേഷണം തന്നെയാണ് ഇനി നടക്കുക. ഇയാളെ കേന്ദ്രീകരിച്ച് നടന്ന അന്വേഷണത്തിലൂടെ കൂടുതൽ ആളുകളിലേക്ക്, തട്ടിപ്പ് സംഘങ്ങളിലേക്കൊക്കെ എത്താൻ ഒരു പക്ഷേ പോലീസിന് കഴിയുമായിരിക്കും. കാരണം